ഇതെന്തുവാ? ഇത് വാഴപ്പിണ്ടിയാണ്. ഇത് വെച്ചിട്ട് നമുക്ക് പിക്കിൾ ഉണ്ടാക്കാം. ഓക്കെ. വാഴപ്പിണ്ടിയും ഇരുമ്പൻ പുളിയും കൊണ്ട് ഉപ്പിലിട്ടതുണ്ടാക്കാം. വാഴപ്പിണ്ടിയുടെ ടേസ്റ്റ് ഇല്ലായ്മയുടെ കൂടെ ആ ഇരുമ്പൻ പുളിയുടെ പുളിയും കൂടെ ചേരുമ്പം നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇന്നെന്നെ സഹായിക്കാൻ ഇസക്കുട്ടി കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്, നോക്കാം നമുക്ക്. ആദ്യം ഈ പിണ്ടി റൗണ്ട് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നാലിങ്ങനെ എടുത്തു മാറ്റണം. ഇത് ഇങ്ങനെ. എന്നിട്ട് നാലായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇരുമ്പൻ പുളിയും ഇതുപോലെ എടുത്ത് കട്ട് ചെയ്തെടുക്കുക. സൈസും ഷേപ്പും ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടിലിലേക്ക് ഈ അരിഞ്ഞ പിണ്ടിയും ഇരുമ്പൻ പുളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ടു. എന്നിട്ട് കുറച്ച് കാന്താരി മുളക് എടുത്തൊന്ന് ചതച്ചിടണം. കാന്താരി ചതയ്ക്കാൻ ആളെത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒഴിക്കണം, അത് മറക്കല്ല കേട്ടോ. എന്നിട്ട് കാന്താരി ചതച്ചതുമിട്ട് കുറച്ച് ഉപ്പുമിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും. പിണ്ടിയൊക്കെ എളുപ്പം ഉപ്പ് പിടിക്കുന്നൊരു സാധനമാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. റെഡിയായി വന്നിട്ടുണ്ട്. ഇന്നിവിടെ ആദത്തിൻ്റെ ഫ്രണ്ട്സ് കളിക്കാനൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവർക്കൊക്കെ നമുക്കിത് കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താണെന്നൊന്നും ആദ്യം മനസ്സിലായില്ല, പിന്നെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.